യേശു ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത വിശുദ്ധ നാടിനെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യവുമായി കുരിശുയുദ്ധങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം ഏതാനും സഹോദരന്മാരെയും കൂട്ടി ഫ്രാൻസിസും സൈന്യത്തോടൊപ്പം യാത്ര പുറപ്പെട്ടു. പാപികളെ വധിച്ച് വിശുദ്ധ നാട് വീണ്ടെടുക്കുക എന്നായിരുന്നു ഫ്രാൻസിസിൻ്റെയും കൂട്ടരുടെയും നയം. നീണ്ട അപകടകരമായ യാത്രയ്ക്ക് ശേഷം അവർ ഈജിപ്തിൽ എത്തിച്ചേർന്നു. നഗരവീതിയിലൂടെ രാജകൊട്ടാരത്തിലേക്ക് നടന്ന അവരെ ചാരന്മാരാണെന്ന് കരുതി സൈന്യം പിടികൂടി ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം സുൽത്താൻ്റെ മുമ്പിൽ ഹാജരാക്കി. ഫ്രാൻസിസ് അടക്കമുള്ളവരുടെ മുഖത്ത് നിഷ്കളങ്ക ഭാവമാണ് സുൽത്താൻ ദർശിച്ചത്. എങ്കിലും അവരെ പരീക്ഷിക്കുന്നതിനായി കുരിശിൻ്റെ ചിത്രമുള്ള പരവതാനിയിലൂടെ നടക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ കുരിശിൽ ചവിട്ടി നടക്കുകയില്ല, നടന്നില്ലെങ്കിൽ രാജകൽപ്പന ധിക്കരിച്ചതിനെ ശിക്ഷിക്കുകയും ചെയ്യാം. ഇതായിരുന്നു സുൽത്താൻ്റെ മനോഗതം. എന്നാൽ ഫ്രാൻസിസും കൂട്ടിന് യാതൊരു കൂസലും കൂടാതെ പരവതാനിയുടെ മുകളിലൂടെ നടന്നു. അത് കണ്ടപ്പോൾ സുൽത്താൻ ആശ്ചര്യമായി. ക്രിസ്ത്യാനികൾ കുരിശിൽ ചവിട്ടി നടക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഫ്രാൻസിസ് ഇങ്ങനെ മറുപടി നൽകി. കാവുൽ താമരയിൽ പല കുരിശുകളുണ്ടായിരുന്നു. അവയിൽ ഒന്ന് മാത്രമാണ് ക്രിസ്തുവിൻ്റെ കുരിശ്. യേശുവിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ യേശുവിൻ്റെ കുരിശ് ലഭിക്കും? നിങ്ങളുടെ കൈവശമുള്ള കള്ളന്മാരുടെ കുരിശാണ്. അവയെ ഞങ്ങൾ ബഹുമാനിക്കുന്നില്ല. ധീരമായി മറുപടി കേട്ടതോടെ സുൽത്താൻ ഫ്രാൻസിസിൽ പ്രീതി വളർന്നു. തൻ്റെ രാജ്യത്തെവിടെയും സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കുവാൻ അദ്ദേഹം ഫ്രാൻസിസിനും കൂട്ടർക്കും അനുമതി നൽകി. യേശു ജീവിച്ച വിശുദ്ധ നാടിൻ്റെ ദർശനം തന്നെ അവരെ പുളകം കൊള്ളിച്ചു. യേശുവിൻ്റെ ജീവിതാനുഭവങ്ങളും അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളും അവിടുത്തെ വാക്കുകളുമെല്ലാം അവരുടെ ഉള്ളിലൂടെ കടന്നുപോയി. അവർ സന്തോഷത്തോടെ വിശുദ്ധ നാടിലൂടെ സഞ്ചരിക്കുകയും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. മടങ്ങിപ്പോരും മുമ്പ് സുൽത്താനെ വീണ്ടും സന്ദർശിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഫ്രാൻസിസ് ആഗ്രഹിച്ചു. യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സുൽത്താനും ആഗ്രഹമുണ്ടായി. ഫ്രാൻസിസിൻ്റെ വാക്കുകൾ യേശുവിനോടുള്ള ഭക്തി സുൽത്താനിൽ വളർത്തി. തനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് സുൽത്താൻ ഫ്രാൻസിസിനെ യാത്രയാക്കിയത്. കർത്താവേ, ധീരമായ ഫ്രാൻസിസിനെയാണ് ഞങ്ങൾ കാണുക. ബുദ്ധിപൂർവമായ മറുപടിയിലൂടെ സുൽത്താനെയും കീഴടക്കിയ വിശുദ്ധ ഫ്രാൻസിസിനെ അനുകരിച്ച് ധൈര്യപൂർവം സമാധാനവും ശാന്തിയും മറ്റുള്ളവർക്ക് നൽകുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.